ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അതിൽ 8th ചാപ്റ്ററായ ഫ്രാക്ഷൻസ് എന്ന് ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ P/Q, അതായത് P/Q മോഡലിൽ എഴുതുന്ന, അതായത് 1/2, 3/2, 4/6 അങ്ങനെ ആ മോഡലിൽ എഴുതുന്നൊക്കെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കൂ, ഫ്രാക്ഷണൽ ഷെയർ എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഷെയർ എന്ന് നോക്കാം നമുക്ക്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 കേക്ക് ഡിവൈഡഡ് ഇൻറ്റു 2 പേഴ്സൺസ് അല്ലേ. 4 കേക്ക്, ഇഫ് 4 കേക്ക്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 പേഴ്സൺസ് ഹൗ മെനി കേക്ക്സ് വുഡ് ഈച്ച് ഓഫ് ദം ഗെറ്റ് നൈജ്. അപ്പോൾ എത്ര കേക്ക് ഉണ്ട്? 4 കേക്ക് അല്ലേ. 4 കേക്ക് 2 ആൾക്കാർക്ക് കൊടുത്താൽ എത്രയാണ് കിട്ടുക നോക്കൂ. 4 കേക്ക് അല്ലേ. 4 കേക്ക് 2 ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബൈറ്റ് കൊടുക്കുക. 4 കേക്ക് 2 ആൾക്കാർക്ക് കൊടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടും? ഇപ്പോൾ 4/2 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഒരാൾക്ക് 2 കേക്ക് കിട്ടും അല്ലേ. ഇനി 2 കേക്കാണ് 2 ആൾക്ക് കൊടുക്കുന്നതെങ്കിലോ 1 കേക്കാണ് കിട്ടുക അല്ലേ. ഇനി 2 കേക്ക് 2 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് കിട്ടുക? 1 കേക്ക് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ കേക്ക് എന്താ മുകളിൽ എഴുതുക, എത്ര ആൾക്കാണോ കൊടുക്കുന്നത് അത് താഴെയായിട്ട് എഴുതുക കേട്ടോ. അങ്ങനെയാണ് ഇനി വരുന്ന ഇതൊക്കെ കേട്ടോ. അപ്പോൾ ടോട്ടൽ കേക്ക് 4 ആണെങ്കിൽ 2 ആൾക്കാർക്കാണെങ്കിൽ അത് 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഒരാൾക്ക് 2 കേക്ക് കിട്ടും. ഇനി 2 കേക്ക് 2 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? 2 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 1 അല്ലേ. ഇനി 1 കേക്കാണ് 2 ആൾക്ക് കൊടുക്കുന്നതെങ്കിലോ 1/2 അല്ലേ. ഒരാൾക്ക് എത്രയാണ്? ഹാഫ് കിട്ടും അല്ലേ. അപ്പം ഹാഫ് ഓഫ് എ കേക്കാണ് എന്ത്? 1 കേക്കാണ് 2 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഹാഫ് കേക്ക് കിട്ടും കേട്ടോ. ഹാഫ് ഓഫ് എ കേക്ക് അല്ലേ. ഇനി നോക്കിയ ഇവിടെ, വാട്ട് ഇഫ് 1 കേക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 പേഴ്സൺസ്. ഇനി 1 കേക്കാണ് 3 ആൾക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ, 1 കേക്ക് 3 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും ഓരോരുത്തർക്കും? 1 കേക്ക് 3 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 1 കേക്കാണ് 3 ആൾക്കാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 1/3 അല്ലേ. 3/1 ഭാഗമാണ് ഓരോരുത്തർക്കും കിട്ടുക അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി സപ്പോസ് 2 കേക്ക് ആർ ടു ബി ഷെയർഡ് ഈക്വലി എമംഗ് 3 പേഴ്സൺസ്. ഇനി 2 കേക്കാണ് 3 ആൾക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ ഓരോരുത്തർക്ക് എത്ര കേക്ക് ഉണ്ടാവും? 2/, എത്ര കേക്കാ? 2 അല്ലേ. 2/, എത്ര ആൾക്കാർക്കാ? 3 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ 2/3, 3/2 ഭാഗം എന്തുണ്ടാവും? ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെ കാണിക്കുന്നത് ചിത്രത്തിലൂടെ കണ്ടോ. 2 കേക്കാണ്. ആ 2 കേക്കിനെ എന്താണ്? 1 കേക്കിനെ 3ആയി ഷെയർ ചെയ്തു. മറ്റേ കേക്ക് അവിടെ ഉണ്ട് അല്ലേ. അതിനെ എന്താക്കുക? 3ആക്കി ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ ഇപ്പോൾ എത്ര ഭാഗമായി? 3/2 ഭാഗം അല്ലേ. കണ്ടോ. 2/3 ഓഫ് എ ഹോൾ കേക്ക് അല്ലേ. മൊത്തത്തിൽ എന്താണ്? 2/3 ഓഫ് എ ഹോൾ കേക്ക് അല്ലേ. ഈ പീസ് ഉണ്ടാവും ഫസ്റ്റിൽ അല്ലേ. ആദ്യത്തെ പീസ് ഇതും പിന്നെ ഈ പീസും കൂടി ഒരാൾക്ക് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ എത്രയാണ്? 2/3 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന എത്ര ടോട്ടൽ എത്ര കേക്കാണോ അതിന് എത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അത് താഴെയായിട്ട് എഴുതുക കേട്ടോ. ദെൻ ഇവിടെ നോക്കിയാൽ അവിടെ ഒരു ലോങ് റിബൺ ആണ് കേട്ടോ 3 കിഡ്സിന്. അപ്പോൾ 2 മീറ്റർ ലോങ് റിബൺ എമംഗ് 3 കിഡ്സ് ആണെങ്കിൽ 2 മീറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 2 മീറ്റർ ആണ് അല്ലേ. 2 മീറ്റർ എത്ര ആൾക്കാർക്കാണ് ഡിവൈഡ് ചെയ്യുന്നത് അത് താഴെ കൊടുക്കുക. അപ്പോൾ 2/3 ഓക്കെ. 2/3 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ 2 മീറ്റർ ലോങ് റിബൺ ആണ് 3 കുട്ടികൾ കൊടുക്കുന്നതെങ്കിൽ 2/3. ഇനി 1 മീറ്റർ ലോങ് റിബൺ ആണ് 3 കുട്ടികൾ കൊടുക്കുന്നതെങ്കിൽ 1/3 എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ചിത്രത്തിലൂടെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്താന്ന് നോക്കിയേ കണ്ടോ. 2 മീറ്ററിന് എന്താക്കി? ഓരോ മീറ്ററാക്കി മാറ്റി. ഈ ഓരോ മീറ്ററിന് എന്തായി? 3 ആൾക്കാർക്കല്ലേ കൊടുക്കുന്നത്. ഇവിടെ 3ആയിട്ട് ഇതാക്കി. ഇവിടെ അതേപോലെ 3 ആക്കി കണ്ടോ. അപ്പോൾ എന്താക്കി? ഇതൊന്നും 1 കൊടുത്തു, ഇതൊന്നും 1 കൊടുത്തു അല്ലേ. അപ്പോൾ ഒരാൾക്ക് ഇത്രയായി, ഒരാൾക്ക് ഇത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഓരോരുത്തർക്ക് എത്ര കിട്ടുക? 2/3 അല്ലേ. ഓക്കെ. ദെൻ ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇഫ് 3 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ്. 3 കേക്ക് എന്താണ്? 4 ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പം 3 കേക്ക് 4 ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ടോട്ടലാണ്. എത്ര കേക്കാണോ അത് മുകളിൽ എഴുതുക അല്ലേ. എന്താണോ അത് മുകളിൽ എഴുതുക. ബൈ എത്ര ആൾക്കാർക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ 3/4 ആണ് കേട്ടോ. ഓരോരുത്തർക്കും 3/4 വെച്ചാണ് കിട്ടുക. മനസ്സിലായല്ലോ. ഒന്നാമത്തെ ആൻസർ അതാണ്. ദെൻ അടുത്ത് നോക്കൂ. ഇഫ് എ 3 മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പാസസ്
പീസസ്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് പീസ് ഇൻ മീറ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ 3 മീറ്റർ ലോങ് റിബൺ എന്താണ് 4 ഈക്വൽ പീസ് ആക്കി അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഒരു പീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് 3 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 3 എഴുതുക. എത്ര ഈക്വൽ പീസ് ആക്കിയതിനെ 4 ഈക്വൽ പീസ് ആക്കി അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുക 3/4 അല്ലേ. 3/4 മീറ്റർ ആണ് എന്ത് ഓരോ പീസായിട്ട് മാറിയത് അല്ലേ. 3 മീറ്റർ ലോങ് റിബൺ എന്താണ് 4 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ 3/4. മനസ്സിലായല്ലോ. അപ്പം എന്തിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എത്ര അത് മുകളിൽ എഴുതുക. ബൈ പിന്നെന്താണ് എത്ര എണ്ണാക്കി മാറ്റുന്നുണ്ടോ അല്ലെ എത്ര ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അടിയിൽ എഴുതുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഇവിടെ എന്താണ് 3 കേക്കാണ്, ഇവിടെ 4 ആൾക്കാർക്കാണ് അല്ലേ. അപ്പോൾ 3/4. ഇവിടെ 3 മീറ്റർ ലോങ് റിബൺ ആണ്. എത്ര പീസാ 4 പീസ് അല്ലേ. അപ്പോൾ 3/4. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് 3 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി among 4 persons, ഹൗ മച്ച് മിൽക്ക് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ലിറ്റർ പാലുണ്ട് അല്ലേ. അപ്പോൾ 3 ലിറ്റർ പാൽ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ല എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് മുകളിൽ ചെയ്ത് അല്ലേ. അപ്പോൾ 3 ലിറ്റർ പാലാണ് അത് ബൈ ഇനി എന്താ എത്ര എണ്ണാണ് എത്ര ആൾക്കാർക്കാണോ അല്ലെങ്കിൽ എത്ര പീസാണോ ആക്കുന്നത് അത് താഴെ ചെയ്ത് അല്ലേ. അപ്പോൾ ഇവിടെ 3 ലിറ്റർ മിൽക്ക് ഡിവൈഡ് ചെയ്ത് എത്രയാണ് 4 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ 3/4 അല്ലേ. 3/4 ലിറ്റർ. ഓക്കെ. 3/4 ലിറ്റർ മിൽക്കാണ് എന്ത് ഓരോരുത്തർക്കും കിട്ടുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. If a 2 meter long rope is cut into 5 equal pieces, what would be the length of each piece in meter? അപ്പോൾ 2 മീറ്റർ ലോങ് റോപ്പ് എന്താണ് കട്ട് ചെയ്ത് 5 ഈക്വൽ പീസ് ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ ഞാൻ പറഞ്ഞു എങ്ങനെയാ എത്ര മീറ്റർ ആണോ എന്താണോ കട്ട് ചെയ്യുന്നത് അത് മുകളിൽ ചെയ്ത് അല്ലേ. അപ്പോൾ 2 അല്ലേ. 2 ബൈ പിന്നെ എത്ര പീസാക്കി മാറ്റി 5 ഈക്വൽ പീസാക്കി മാറ്റി അല്ലേ. അതിങ്ങനെ ഇതല്ലേ 2/5 അല്ലേ. 3 മീറ്റർ ആണ് കേട്ടോ. സിമ്പിൾ അല്ലത്. ഇനി നമുക്ക് ചിത്രത്തിലൂടെ നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരു ലോങ് റോപ്പാണിത് വരച്ചു. ഇതിന് 5 ഈക്വൽ പീസ് ആക്കുകയാണെങ്കിൽ 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇത് 5 ഇല്ല 1 2 3 4 5 അല്ലേ. 5 ഈക്വൽ പീസ് ഉണ്ട് അല്ലേ. അതിൽ 2 മീറ്റർ റോപ്പ് ആണ് അല്ലേ. അപ്പൊ ഇത് മൊത്തം എന്ത് 2 ഉണ്ട് അല്ലേ. അപ്പൊ 5 ഈക്വൽ പീസ് ആക്കിയിട്ട് ഒരു പീസ് എത്രയാണ് 2/5. മനസ്സിലായല്ലോ. 2/5 ഇത് 2/5 അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 4 kilograms ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഇൻടു 5 പാക്കറ്റ് ഓഫ് ദ സെയിം വെയിറ്റ്. എത്ര കിലോഗ്രാം ഷുഗർ ആണ് 4 കിലോഗ്രാം ഷുഗർ ഇല്ലേ. അപ്പൊ 4 നമ്മൾ ഇവിടെ മുകളിൽ എഴുതുക അല്ലെ. എന്താണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് മുകളിൽ എഴുതുക. അപ്പോൾ 4 കിലോഗ്രാം ഷുഗർ ആണ് എന്ത് എത്ര പാക്കറ്റ് ആക്കി മാറ്റിയത് 5 പാക്കറ്റ് ആക്കി മാറ്റി അല്ലേ. അപ്പം 4/5 അല്ലേ. ഇവിടെ 4 കിലോഗ്രാം ആണ്, ഇവിടെ 5 പാക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ 4/5 അല്ലേ. ഹൗ മച്ച് ഷുഗർ ഇൻ കിലോഗ്രാംസ് ഈസ് ദർ ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റ് ഉണ്ടായി 4/5 കിലോഗ്രാം ആണെന്ത് വരിക 4/5 കിലോഗ്രാം ഷുഗർ ആണെന്ത് ഓരോ പാക്കറ്റിലും ഉണ്ടാവുക അല്ലേ. ഓക്കെ. ദെൻ അടുത്ത എന്താണ് ന്യൂ ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഇതുവരെ നമ്മൾ പഠിച്ച 2 കേക്ക് 4 ആൾക്കാർക്ക് അല്ലെങ്കിൽ 2 കേക്ക് 3 ആൾക്കാർക്ക് എന്നൊക്കെ അല്ലേ. 2ൽ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെയാണ് എന്താ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 കേക്ക് 3 പേഴ്സൺസിനാവുമ്പോൾ 2/3 അല്ലേ. ഇനി എന്താണ് ഇവിടെ പറയുന്നത് 3 കേക്ക് നോക്കൂ. ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡു വി ഡിവൈഡ് 3 കേക്ക്സ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ. അപ്പോൾ 3 കേക്ക് 2 കുട്ടികൾക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൗ ടു ഡിവൈഡ് അപ്പോൾ നോക്കാം നമുക്ക് 3 കേക്കാണ് അല്ലേ. 3 കേക്ക് 2 കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ് 3/2 എന്ന് കൊടുത്താൽ അല്ലേ. ഇവിടെ എന്താണ് ഇവിടെ നോക്കൂ ഇവിടെ 3 കേക്കാണ് അല്ലേ. അപ്പം 3 അല്ലേ 3 എന്താണ് 2 കുട്ടികൾക്കാണ് അല്ലേ. അപ്പോൾ 3/2 അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണ് 3/2 കിട്ടും അല്ലേ. ഇവിടെ ചിത്രത്തിലൂടെ നമ്മൾ പറഞ്ഞിട്ട് നോക്കിയാൽ 3 കേക്കാണ് ആ 2 കുട്ടികൾക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും എന്താക്കും ഈ കേക്ക് ഇവക്ക് കിട്ടും ഈ കേക്ക് ഇവനക്ക് കിട്ടും അല്ലേ. അപ്പം ഉണ്ടാക്കും 1 ബാക്കി 1 ഉണ്ട് അല്ലേ. ഈ 1നെ പകുതിയാക്കുക അല്ലേ. അപ്പോൾ ആ പകുതിയിൽ 1 ഇവിടെയും കൊടുക്കും 1 ഇവിടെയും കൊടുക്കുക അല്ലേ. അപ്പോൾ എന്തായി ഒരാൾക്ക് 1.5 ഇവനക്ക് 1.5 അല്ലേ. അപ്പം 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം 3/2 ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും 1.5 ആയിട്ട് കിട്ടും. ഓക്കെ. അതാണ് 3/2 ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. 1ഉം ഹാഫ് കേക്കും. ഇനി ലുക്ക് അനദർ പ്രോബ്ലം നോക്കാം. ഇഫ് 3 മീറ്റർ ലോങ് റിബൺ
ഈ 1.5 എന്ന് പറഞ്ഞാലും 3/2 പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഗുണിക്കുക. 1 × 2 2 + 1 3 3/2 തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ 1.5യും 3/2 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് 3 കേക്കാണ് 2 കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ 3/2 നമ്മൾ ചിത്രത്തിലൂടെ ഇതാക്കുമ്പോൾ നമുക്ക് ഞാൻ നേരിട്ട് കിട്ടി. അപ്പോൾ 1.5 എന്നും എഴുതാം, അല്ലെങ്കിൽ 3/2 എന്നും എഴുതാം. 2 സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. If 3 meter long ribbon is cut into 2 equal pieces, what would be the length of each piece? അല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ അല്ലേ, 3 മീറ്റർ ലോങ് റിബണ് 2 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് 3/2 തന്നെ അല്ലേ. അത് 3/2 എന്ന് പറഞ്ഞാലും 1.5 എന്ന് പറഞ്ഞാലും എന്താണ് സെയിം തന്നെയല്ലേ. 3/2 എന്ന് പറഞ്ഞാലും 1.5 എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ. അപ്പോൾ എങ്ങനെ പറയാത്, അപ്പം ഇവിടെ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തരും. അപ്പം നോക്കൂ, ഇവിടെ ഇപ്പം 3 മീറ്റർ ലോങ് റിബൺ ആണുള്ളത്. ഇത് 2 ഈക്വൽ പീസ് ആക്കി മാറ്റിയാണ്. അപ്പോൾ ഇതൊരാക്കും അല്ലേ. അപ്പോൾ 1 അല്ലേ. ഇനി ഇത് പകുതിയാക്കുക. അപ്പോൾ ഇത് എത്രയാ, ധാരയായി അല്ലേ. ഇതും ഇവിടെ എന്താക്കി അകൽത്തി അല്ലേ. അപ്പോൾ 1.5 എന്നല്ല കിട്ടുക. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണ് 3 മീറ്റർ മീൻസ് 2 മീറ്റർ ആൻഡ് 1 മീറ്റർ മോർ അല്ലേ. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് 2 മീറ്ററും 1 മീറ്ററും ഉണ്ട് അല്ലേ. പിന്നെ ഹാഫ് ഓഫ് 3 meters ഈസ് ഹാഫ് ഓഫ് 2 meter ആൻഡ് ഹാഫ് ഓഫ് 1 meter ടുഗദർ ദാറ്റ്സ് 1.5 meter കണ്ടോ. 1.5 meter അല്ലേ. ഇപ്പം ചിത്രത്തിലൂടെയും ഇങ്ങനെ നമുക്ക് ഇതാക്കാം കേട്ടോ. 3/2 ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. ഓക്കെ, ദെൻ look another problem. If 9 liters of milk is divided equally among 4 kids, how much would each get in liters? അപ്പോൾ 9 ലിറ്റർ മിൽക്കാണ് 4 കിഡ്സിന് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, എന്താണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് ആദ്യം എഴുതുക അല്ലേ. അപ്പോൾ 9 ലിറ്റർ പാലാണ് അല്ലേ. എത്ര ആക്കാ കൊടുത്തിരിക്കുന്നത് 4 ആക്കി അല്ലേ. അപ്പോൾ 9/4 കണ്ടോ. 9/4 ആയിട്ട് ഇതാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യാം. കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 9/4 ആണ് വരിക കേട്ടോ. അപ്പം ഇവിടെ ഇവർ പറയുന്നത് എന്താണ് 9 ലിറ്റർ ആണ് അല്ലേ. 4 കിഡ്സിനെന്ന് പറയുമ്പോൾ എന്താണ് 2 ലിറ്റർ ഈച്ചായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക. പിന്നെ 1 ലിറ്റർ ഉണ്ട്. പിന്നെ എന്താണ് 1 ലിറ്ററിനെ നമുക്ക് എന്താക്കുക 4 ആക്കുക. അപ്പോൾ ഒരാൾക്ക് 4 കിട്ടും, 1/4 കിട്ടും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണ് 2 1/4 കിട്ടും അല്ലേ. അപ്പോൾ 2 1/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 9/4 തന്നെ അല്ലേ. കണ്ടോ 9/4 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് 9/4ഉം 3/2 ഒക്കെ ഈ ഇതിലേക്ക് ആക്കുക എന്ന് നമുക്ക് നോക്കുക. ജസ്റ്റ് ഒന്ന് ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ടീച്ചർ എന്താണ് 9/4 പറഞ്ഞുതരാം. 9/4 അല്ലേ. അപ്പോൾ 9/4 എന്ന് പറഞ്ഞാൽ ഈ 9ൽ എത്ര 4 ഉണ്ട് നോക്കുക. എത്ര 4 ഉണ്ട് 2 അല്ലേ. അപ്പോൾ ഇവിടെ 2 എഴുതി. അപ്പോൾ 2 4s are 8 അല്ലേ. ദെൻ ഇനി 9 - 8 എത്രയാ 1. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഈ മുകളിലുള്ള നമ്പർ ആദ്യം എഴുതണം. ഓക്കെ, മുകളിലുള്ള സംഖ്യ ആദ്യം എഴുതുക. പിന്നെ അതിന് നടുക്കായിട്ട് ഒരു വര വരയ്ക്കുക. പിന്നെ ഈ അടിയിലുള്ള ഈ ഒന്നില്ലേ അത് ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെ ഈ സൈഡിലുള്ള 4 ഇവിടെ എഴുതുക. കണ്ടോ. അപ്പോൾ 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 1/4 അല്ലേ. അതിനല്ല ഇത് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം ആ മുകളിലുള്ള നമ്പർ ആദ്യം എഴുതുക. പിന്നെ ആ നടുക്കായിട്ട് ഒരു വര വരച്ചിട്ട് അടിയിലുള്ള നമ്മളെ താഴെയുള്ള ഈ നമ്പർ മുകളിലും സൈഡിലുള്ള ഈ നമ്പർ എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് ഇവിടെ എഴുതുക. ഓക്കെ, 9/4 ഇല്ലേ, ആ 4 താഴെ തന്നെ ആയിരിക്കും കേട്ടോ. തെറ്റിക്കരുത് കേട്ടോ. അതേപോലെ എന്താണ് 3/2ൻ്റെ എന്താണ് 1.5 എന്നല്ല നമുക്ക് കിട്ടിയത്. അതെങ്ങനെ നമുക്ക് നോക്കാം. നോക്കൂ 3/2 അല്ലേ. 3/2 അല്ലേ. അപ്പോൾ എന്താണ് 3ൽ എത്ര 2 ഉണ്ട് 1 അല്ലേ. 1 2 is 2 അല്ലേ. ഇനി 3 - 2 എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം മുകളിലുള്ള നമ്പർ ആദ്യം എഴുതും അല്ലേ. പിന്നെ നടുക്കായിട്ട് ഒരു വര വരച്ചിട്ട് ഈ താഴെയുള്ള ഈ നമ്പർ മുകളിൽ എഴുതുക. പിന്നെ എന്താണ് ഈ സൈഡിലുള്ള ഈ നമ്പർ ഇവിടെ എഴുതുക. ഓക്കെ, കണ്ടോ 1.5 കിട്ടിയ. അപ്പോൾ 3/2 = 1.5 എന്നുള്ളത് ഇങ്ങനെ മനസ്സിലായില്ലേ. ഓക്കെ, ഇത് മറക്കരുത്. മുകളിലുള്ള ഈ സംഖ്യയാണ് എന്ത് ഇത് കേട്ടോ, ഈ സംഖ്യ. പിന്നെ നടുക്കായിട്ട് ഒരു വര വരയ്ക്കുക. പിന്നെ ഈ താഴെയുള്ള ഈ നമ്പറാണ് എന്ത് ഇത് വരുന്നത്. പിന്നെ ഈ സൈഡിലുള്ള നമ്പർ 2 അല്ലേ. ഈ 2 ഇവിടെ കണ്ടില്ലേ, ഈ 3/2 അല്ലായിരുന്നു നമ്മൾ. അപ്പോൾ 3/2 ആയിരുന്നു അല്ലേ. 3/2നെയാണ് നമ്മൾ എന്താക്കിയത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അടിയിലുള്ള നമ്പർ എന്താണ് അത് തന്നെ ആയിരിക്കും ഇവിടെ അടിയിൽ കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെ അടിയിലുള്ള എന്താണ് നമ്പർ ആയിരിക്കും ഇവിടെ അടിയിൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ റൈറ്റ് ദ ആൻസേഴ്സ് എസ് എ സിംഗിൾ ഫ്രാക്ഷൻ ആൻഡ് എസ് എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ അല്ലേ.
If an 8 meter long strip is cut into 5 equal parts, 8 meter long strip ആണ് 5 equal parts ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8/5. What would be the length of each piece എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ 8 meter long strip 5 equal parts ആക്കിയാൽ അല്ലേ 8 meter അല്ലേ 8 എഴുതുക ബൈ എത്ര പീസാണ് ആക്കുന്നത് അത് താഴെ അല്ലേ. അപ്പോൾ 8/5 മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If 15 liters of kerosene is divided equally into 4 cans, 15 ലിറ്റർ ഓഫ് കരസിന് എന്താണ് 4 ക്യാനിലാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഹൗ മച്ച് ഡസ് ഈച്ച് ക്യാൻ കണ്ടെയ്ൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ ഓരോ ക്യാനിൽ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിറ്റേഴ്സ് തന്നെ ആക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 15 ലിറ്റർ അല്ലേ. അപ്പോൾ 15 ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? അത് മുകളിൽ ചെയ്തു അല്ലേ. ബൈ എത്രയായിട്ടാണ് നമ്മൾ 4 ക്യാനിലാണ് അല്ലേ. അപ്പോൾ 15/4 ലിറ്റർ അല്ലേ. 15/4 ലിറ്റർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 25 kilograms ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി among 8 persons, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ കിലോഗ്രാംസ്. അപ്പോൾ 25 kilogram ഷുഗർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിലോഗ്രാം ഷുഗർ ആണോ ഡിവൈഡ് ചെയ്ത് വേണ്ടത് അത് എഴുതിയത് അല്ലേ. പിന്നെ എത്രയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്? 8 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ 25/8 അല്ലേ. 25/8 kg. ഇതിനൊക്കെ നമുക്ക് ഷോർട്ടാക്കി എഴുതാം കേട്ടോ. ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഈ 15/4 എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? മറ്റേതിൽ മിക്സഡ് ഫ്രാക്ഷനിലാക്കാം. 15/4 അല്ലേ. 15/4 നമ്മൾ 15ൽ എത്ര 4 ഉണ്ട്? 3 അല്ലേ. അപ്പോൾ 3 4s are 12, then 3 അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ ഷോർട്ടാക്കി എങ്ങനെ എഴുതാം? 15/4 നമുക്ക് 3 പിന്നെ എന്താണ് നടുക്ക് വരെ വരയ്ക്കുക. പിന്നെ ഇതാ ഇവിടെ ഒരു 3 പിന്നെ 4 അല്ലേ. 3.25 ലിറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ. 3 ലിറ്ററാണ് എന്ത് 15/4 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത 25/8 അല്ലേ. ഈ 25/8 നമുക്ക് എങ്ങനെ എഴുതാം? 25 ഡിവൈഡഡ് ബൈ 8. ഇനി 25ൽ എത്ര 8 ഉണ്ട്? 3 അല്ലേ. 3 8s എത്രയാ? 24 അല്ലേ. 24. ഇനി ഇത് മൈനസ് ചെയ്താൽ എത്രയാണ്? ഡിവിഷനൊക്കെ പഠിക്കണം കേട്ടോ. 5 - 4 എത്രയാണ്? 1 അല്ലേ. 2 - 2 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 25/8 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ആദ്യം മുകളിലുള്ള ഈ നമ്പർ അല്ലേ 3 പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ താഴെയുള്ള ഈ നമ്പർ അല്ലേ 1 പിന്നെ 8 അല്ലേ. 3 1/8 kg എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ. ദെൻ അപ്പോൾ 25/8 എന്ന് പറഞ്ഞാൽ 3 1/8 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ? ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആണ് കേട്ടോ. എന്താണ് ഈ ഫ്രാക്ഷൻ? ഇനിയുടെ ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആണ് കേട്ടോ. ഇവിടെ 6 ലിറ്റർ ഓഫ് മിൽക്ക് ഡിവൈഡഡ് 3 പേഴ്സൺ എന്ന് പറയുമ്പോൾ 6/3 അല്ലേ. 6/3 എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈഡ് ആണ് കേട്ടോ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 2 അല്ലേ. അപ്പം 2 ലിറ്ററാണ് എന്താക്കുക ഒരാൾക്ക് കിട്ടുക അല്ലേ. അതേപോലെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ 2 ലിറ്റർ 3 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ 2/3 അല്ലേ. 2/3 ലിറ്ററാണ് കിട്ടുക. അതുപോലെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് 3 മീറ്റർ റിബൺ 4 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ 3/4 അല്ലേ. 3 മീറ്റർ ലോങ് റിബൺ കട്ട് ഇൻറ്റു 4 ഈക്വൽ പീസ് ആണെങ്കിൽ 3/4 അല്ലേ. 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ ഇവിടെ 6 കേക്ക് ഈക്വലി among 2 കിഡ്സ്. 6 കേക്ക് എന്താണ് 2 കിഡ്സിന് 2 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഓരോരുത്തർക്ക് എന്ത് കിട്ടും? 6 ഡിവൈഡഡ് ബൈ 2 3 അല്ലേ. അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത്? 7 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി among 2 കിഡ്സ്. 7 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് കൊടുത്താൽ എത്ര ഓരോരുത്തർക്ക് എത്ര കിട്ടുന്ന ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 7/2 അല്ലേ. അപ്പോൾ 7/2 നമുക്ക് എന്താക്കാം? നേരത്തെ ഡിവൈഡ് ചെയ്ത മാതിരി ചെയ്യാം അല്ലേ. 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഇങ്ങനെ ചെയ്യാം. അത് 7ൽ എത്ര 2 ഉണ്ട്? 3 അല്ലേ. 3 2s are 6 അല്ലേ. ഓക്കെ. ദെൻ 7 - 6 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? 7 ലിറ്റർ 2 കുട്ടികൾക്ക് കൊടുത്താൽ ഓരോരുത്തർക്കും
ഈ മുകളിലത്തെ ആദ്യം എഴുതുക 3, പിന്നെ നടുക്കായിട്ട് വരയ്ക്കുക, പിന്നെ ഈ താഴെയുള്ളത് എഴുതുക, റിമൈൻഡർ ആദ്യം എഴുതുക, മുകളിൽ എഴുതുക, പിന്നെ എന്താണ് നമ്മൾ എന്തിനാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് താഴെ എഴുതുക അല്ലേ. ഇപ്പോൾ 3 1/2. അപ്പം എന്താണ് ആദ്യം എന്താക്കുക, ഈ കോഷ്യൻ്റ് എഴുതുക, കോഷ്യൻ്റ് ഇവിടെ എഴുതുക, 3 എഴുതുക, പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു വരയ്ക്കുക, പിന്നെ എന്താ റിമൈൻഡർ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ എഴുതുക, ബൈ ഈ എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ എഴുതുക കേട്ടോ. അപ്പം 7 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് കൊടുത്താൽ 7/2 കിട്ടുക. ഈ 7/2 നമ്മൾ എന്താണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 1/2 അല്ലേ, 3.5 കിട്ടും. ഓക്കെ, ദെൻ ഇനി ഇൻ അവർ പ്രോബ്ലം റിലേറ്റഡ് ടു മിൽക്ക്. ഇപ്പം പാലിനെ കുറിച്ചിട്ടാണ് നമ്മളെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ 1 liter ലെഫ്റ്റ് ഓൾസോ ബി ഷെയർഡ് ബൈ ഗിവിങ് ½ liter ടു ഈച്ച് അല്ലേ. അപ്പോൾ ഒരു എന്താണ് 7 ലിറ്റർ പാലുള്ളത് ഓരോരുത്തർ 2 ആൾക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് 3 വെച്ച് ഷെയർ ചെയ്യുക അല്ലേ. എന്നിട്ട് എന്താക്കുക, 1 ബാക്കി ഉണ്ടാവും, ആ 1 എന്താക്കുക പകുതിയാക്കിയാൽ ½ ലിറ്റർ ആയിട്ട് ഓരോരുത്തർക്കും അല്ലേ. അപ്പോൾ 3.5 കിട്ടും. അതുപോലെ നമ്മൾ എന്താണ് ഈ പെന്ന്, ഇപ്പം 7 പെന്ന് ഉണ്ടെന്ന് വിചാരിച്ചോ, 7 പെന്ന് 2 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെന്നാണ് അല്ലേ. അപ്പോൾ പെന്നാകുമ്പോൾ എന്താണ് 7 പെന്നാകുമ്പോൾ 7/2 എന്ന് പറയാം നമുക്ക്. പക്ഷേ നോക്കൂ 3.5 എന്ന് പറഞ്ഞ് പെന്നിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7 പെന്നുള്ളതിൽ എന്താണ് 3 പെന്ന് ഒരാൾക്കും 3 പെന്ന് ഒരാൾക്കും കൊടുത്തു, ബാക്കി 1 ഉണ്ട് നമുക്ക് പറയാം അല്ലേ. പെന്നിൻ്റെ കേസിൽ പാല് പഞ്ചസാര അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എന്താക്കാം നമുക്ക് അതും ഷെയർ ചെയ്യാം. പക്ഷെ ഒരു പെന്ന് നമ്മൾ പകുതിയാക്കി ഷെയർ ചെയ്യുമോ? ഇല്ല ഇല്ലേ. ഇപ്പം 3 പെന്നുണ്ട് വിചാരിച്ചോ, അത് 2 ആക്കി ഷെയർ ചെയ്യുകയാണെങ്കിൽ 3/2 ശരിക്കും ഷെയറിങ്ങിൻ്റെ ഇതിൽ അല്ലേ. പക്ഷെ പെന്ന് നമുക്ക് പകുതിയാക്കാൻ പറ്റുമോ? ഒരാൾക്ക് 1.5 ഒരാൾക്ക് 1.5 എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഓരോരുത്തർക്ക് 1 കൊടുക്കുക, ബാക്കി 1 ഉണ്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഏതൊക്കെ കേസിലാണ് നോക്കണം, പെന്ന് പെൻസിൽ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ബാക്കി 1 ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ ഷുഗർ, റിബണ് അങ്ങനത്തെ ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ഈ 50 meter ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്? അപ്പോൾ 50 meter ഓഫ് ക്ലോത്ത് എത്ര ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 persons അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 15/4 അല്ലേ, 15/4. അപ്പോൾ 15/4 നമുക്ക് എങ്ങനെ ചെറുതാക്കാം? 15/4 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 15 divided by 4. ഓക്കെ, 15 എത്ര 4 ഉണ്ട്? 3 അല്ലേ. അപ്പോൾ 3 4s are 12. ഓക്കെ, 5 3 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ എഴുതുക? ഇത് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 3 എഴുതുക, അതിന് നടുക്കായി വരയ്ക്കുക, ആദ്യം ക്വോഷ്യൻ്റ് എഴുതുക, എന്നിട്ട് നടുക്കായി വരയ്ക്കുക, പിന്നെ റിമൈൻഡർ എന്താണോ അത് ഇവിടെ എഴുതുക, പിന്നെ എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് എഴുതുക. 4 അല്ലേ, 3.25 മീറ്റർ അല്ലേ. 3.25 മീറ്ററാണ് എന്ത് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇവിടെ അടിയിൽ 4 ആണ്, ഇവിടെ നിർബന്ധമായിട്ട് അടിയിൽ 4 ആയിരിക്കും കേട്ടോ, അപ്പോൾ തെറ്റിക്കരുത്. ദെൻ അടുത്ത എന്താ നോക്കിയേ, ഇഫ് 250 rupees is equally shared by. Next question, if 250 rupees is equally shared by 8 persons, how much money would each one get? Try this in rupees and paisa. ഇതിൽ 250 രൂപ എന്താണ് 8 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ഹൗ മച്ച് മണി വുഡ് ഈച്ച് വൺ ഗെറ്റ്? അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് റുപ്പീസിലും പൈസയിലും ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം 250 രൂപയാണ് എന്താക്കിയിരിക്കുന്നത്, എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്? 8 ആൾക്കാർക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 215 divided by 8 അല്ലേ, 250/8 ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം, നമുക്ക് പൈസയിലും ഇതിലും ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 250 divided by 8. ഓക്കെ, ഇനി 3 8s എത്രയാണ്? 24 അല്ലേ. ഓക്കെ, ഇനി എന്താണ് 5-ന്ന് 4 പോയാൽ 1, 2-ന്ന് 2 പോയാൽ 0, ഈ 0 ഇറക്കി എഴുതുക അല്ലേ. അവിടെയുള്ള 0 അല്ലേ. 10, അപ്പോൾ 10-ൽ എത്ര 8 ഉണ്ട്? 1 അല്ലേ. അപ്പോൾ എന്താ ഓക്കെ, ഇനി 10-ന്ന് 8 പോയാൽ 2. ഓക്കെ, ഇനി എന്താണ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ആദ്യം 31 കോഷ്യൻ്റ് ആദ്യം എഴുതുക. അപ്പോൾ 31 എഴുതുക, എന്നിട്ട് നടുക്കായിട്ട് ഒരു വരെ വരയ്ക്കുക, എന്നിട്ട് 2/8 അല്ലേ, 2/8 ഇങ്ങനെ ചെയ്യാം അല്ലേ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/8 അല്ലേ. അപ്പോൾ ഈ 31
ഈ 2-നെയും പകുതിയാക്കുക 18-നെയും പകുതിയാക്കുക അല്ലേ. 2-ന്റെ പകുതി എത്രയാ 1 അല്ലെ, 18-ന്റെ പകുതി എത്രയാ 4. അപ്പൊ 31 1/4 റുപ്പി എത്രയാണ് പൈസ വരിക അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഷോർട്ടാക്കി എങ്ങനെ എഴുതാൻ പറ്റും? 31 റുപ്പീസ് അല്ലെ, 31 റുപ്പീസ് 1/4 പൈസ പറഞ്ഞാൽ എത്രയാണ്? 25 പൈസ അല്ലേ, 25 പൈസ. 1 റുപ്യേനെ എന്താണ് 4 ഷെയർ ചെയ്താൽ എത്ര കിട്ടുക? ഒരാൾക്ക് 25 പൈസ 25 പൈസ 25 പൈസ 25 4 25 കിട്ടും അല്ലേ. അപ്പം 1/4 അല്ലേ. അപ്പം 31 റുപ്പീസ് 25 പൈസയാണ് എന്ത് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ഈ 250 രൂപ 8 ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 31 റുപ്പീസും 25 പൈസയാണ് ഒരാൾക്ക് കിട്ടുക കേട്ടോ. നമുക്ക് ഈ പൈസന്റെ കേസിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ടു പാക്ക് 100 eggs വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര ബോക്സ് ആവശ്യമാണ് 100 എഗ്ഗിന് പാക്ക് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ബോക്സിലും എത്ര എണ്ണം കൊള്ളുന്നുണ്ട്? 12 എണ്ണം ഉണ്ട് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം 12 എണ്ണം ഒരു ബോക്സിൽ കൊള്ളും. അങ്ങനെ ആവുമ്പോൾ 100 എഗ്ഗ് ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമാണ് ഓരോ ബോക്സിലും കൊള്ളുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം നമുക്ക്? അപ്പം 100 എഗ്ഗാണുള്ളത് അല്ലേ. അപ്പം 100 എഗ്ഗിന് എന്താണ് 100 പുഴുമുട്ട അല്ലേ, 100 അല്ലേ. എത്ര എന്താണ് ബോക്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ബോക്സിലും 12 എണ്ണമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 100/12 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 100/12. അപ്പോൾ 100/12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം? 100 ഡിവൈഡഡ് ബൈ 12 അല്ലേ. 100 ഡിവൈഡ് ബൈ 12 നോക്കൂ. 8 12 എത്രയാണ്? 2 16 1 ബാലൻസ് 9 96 അല്ലേ. അപ്പോൾ 96. അപ്പോൾ ഇവിടുന്ന് എത്രയാണ്? 4 അല്ലേ. അപ്പോൾ 8 ബോക്സ് വേണം, 4 എണ്ണം ബാക്കിയും കിട്ടും അല്ലേ. 8 ബോക്സാണ്, അതിൽ 4 എണ്ണം എന്താണ് ബാക്കിയും കിട്ടും അല്ലേ. 8 ബോക്സ് വേണം. ഓക്കെ, 4 എണ്ണം ബാക്കി ഉണ്ടാവും 8 ബോക്സും 4 എണ്ണം ബാക്കിയും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഇവിടെ ചോദിച്ചിരുന്നത്? ഈ 15 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 persons. 15 ലിറ്റർ ഓഫ് പാലുണ്ട് അല്ലേ, അത് 4 ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 15/4 അല്ലേ. 15 ലിറ്റർ ആണ്. 15 ലിറ്റർ എത്ര ആൾക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്? 4 ആൾക്കാർക്ക് അല്ലേ. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ 15/4 അല്ലേ. അപ്പോൾ 15/4 നമുക്ക് എങ്ങനെ എന്താക്കാം? 15 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് 3 4 12 അല്ലേ. ആ 12 15 എത്ര 4 ഉണ്ട്? 12 അല്ലേ. 3 അല്ലേ. 3 4 12. ഇനി 5-ന്ന് 2 പോയാൽ എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പോർഷൻ ആദ്യം എഴുതുക, എന്നിട്ട് നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ റിമൈൻഡർ എഴുതുക, പിന്നെ എന്താണ് ഈ സൈഡിലുള്ള നമ്പർ എഴുതുക അല്ലേ. അപ്പോൾ 3.25 ലിറ്റർ പാലുണ്ടാവും ഓരോരുത്തർക്കും കേട്ടോ. 3.25 ലിറ്റർ പാലാണെന്ത് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താന്ന് നോക്കിയേ? Among how many persons can 15 liters of milk be shared if each is to get 4 liter? എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? 15 ലിറ്റർ പാല് കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തു. അപ്പോൾ 4 ലിറ്റർ ആണ് എന്ത് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്കും. അങ്ങനെ ആകുമ്പോൾ എത്ര ആൾക്കാരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 15 ലിറ്റർ ആണ് ഷെയർ ചെയ്തത് അല്ലേ. 15 ലിറ്റർ ഷെയർ ചെയ്തു, ഓരോരുത്തർക്കും 4 ലിറ്റർ കിട്ടി എന്ന് പറയുമ്പോൾ 15/4. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് നമ്മൾ എന്താണ് കൊടുത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 15/4 എഴുതാം. ഇനി എത്ര ആൾക്കാർ എണ്ണം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ 3 4 12 അല്ലേ. 12. ഇനി 5-ന്ന് 2 പോയാൽ 3 അല്ലേ. 1 പോയ 0 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ശരിക്കും കിട്ടുന്നത് എത്രയാണ്? 3 പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. ഈ താഴെ നമ്പർ ആദ്യം എഴുതുക അല്ലേ, റിമൈൻഡർ, പിന്നെ എന്തിനാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് 3.25 കിട്ടുക. പക്ഷെ നമ്മൾ ആൾക്കാരെ എണ്ണം 3.25 എന്നൊക്കെ പറയുമോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഈ 3 മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പം 3 ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നത് ഈ 15 ലിറ്റർ പാല് ഷെയർ ചെയ്തത്. മനസ്സിലായല്ലോ? 3 ആൾക്കാർക്കാണ് ഇത് 15 ലിറ്റർ പാല് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പം ഇത്രയും നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അത് ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക. എന്നിട്ട് എന്താണ് എന്തിനോടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അതിനെ ആദ്യം എഴുതുക. ബൈ എങ്ങനെയാണ് ആർക്കാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എത്ര ഡിവൈഡ് ചെയ്തു എന്നുള്ളതൊക്കെ അടിയിൽ എഴുതുക കേട്ടോ. അപ്പോൾ 250 റുപ്പീസ് 8 ആൾക്കാർക്ക് കൊടുത്തു പറഞ്ഞാൽ 250/8 അല്ലേ. അതുപോലെ 15 ലിറ്റർ പാല് 4 ആൾക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ 50/4 അല്ലേ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ടീച്ചർ അടുത്ത ചാപ്റ്ററാണ് ഇനിയുള്ളത്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.